ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സിറ്റി സിറ്റി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കടയിൽ പോകുവാണ് മിഠായി മേടിക്കാൻ. പോണ വഴി നിറച്ചും പട്ടിയാണ് ഗായ്സ്, കാണിച്ചു തരാം. ഗായ്സ്, എനിക്ക് പേടിയാവുന്നുണ്ട് ഗായ്സ്. 4 എണ്ണം ഉണ്ടായിരുന്നു, അവർക്ക് 3 എണ്ണേ കാണാവുള്ളൂ. പറഞ്ഞാൽ കാട്ടിലേക്ക് പോയി പുറകിൽ നിന്നും മണ്ണുണ്ടാവും നോക്കട്ടെ. ഗായ്സ്, പുറകിൽ നിന്നൊന്നും മഞ്ഞില്ല. ഗായ്സ്, അത് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മളതിൻ്റെ കൂടെ പോയാൽ കടി കിട്ടുമോ എനിക്കൊരു പേടിയാണ് ഗായ്സ്. നമ്മൾ എന്തായാലും പോകാം, ഒരു കമ്പ് വേണ്ട ഗായ്സ്. അയ്യോ എനിക്ക് പേടിയാണ്. അത് കടയിൽ പോവാണ്. ശ്രീകുട്ടിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞു ഗായ്സ്. അപ്പോൾ നമ്മൾ പോകുവാണ്. ഞാൻ ഇനി പേടിക്കണ്ട, ഇനി നല്ല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ തൊട്ടടുത്ത് തന്നെ വീടുണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കട തൊട്ടടുത്താണ്, 1 കിലോമീറ്റർ ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് അറിയാവുന്ന ചേട്ടൻ്റെ വണ്ടി കിടപ്പുണ്ട്. വണ്ടിയുടെ പേര് വിനായകൻ. കാണിച്ചു തരാം ഗൈസ്, കണ്ടല്ലോ. അത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാൻ. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഗൈസ്, കട തുറന്നിട്ടുണ്ടാവുമോ എന്ന് അറിയാമെന്നില്ല, എന്നാലും പോയി നോക്കാം. തുറന്നില്ലേ ചമ്മി. നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്, ലെഫ്റ്റിലേക്ക് വഴിയുണ്ട്. കാണിച്ചു തരാം. എന്താ ഗൈസ്, നമ്മൾ അവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. പിന്നെ കടയിൽ നിന്ന് കുറച്ചും കൂടി സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു വലിയാർ അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഒരു ശ്രീ വലിയാർ ക്ഷേത്രം എന്നാണ് ഗൈസ്. ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് കട അടച്ചിട്ടുണ്ടാകും. കട തുറന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ആളുണ്ടെങ്കിൽ വിളിച്ച് നോക്കാം. തൊട്ടടുത്ത് തന്നെയാണ് ഗൈസ് വീടും, അതുകൊണ്ട് വീട്ടിൽ ഒന്ന് വിളിച്ച് നോക്കാം. ആളില്ലെങ്കിൽ പണിയാണ്. പിന്നെ കട തുറന്ന് കണ്ടാൽ മതിയായിരുന്നു. കട തുറന്നാൽ കുഴപ്പമില്ല, കട തുറന്നില്ലെങ്കിലാണ് പാട്. നമ്മൾ പോകുവാണ് ഗൈസ്. എന്താ ഗൈസ്, കട എത്താറാ. ഈ കട തുറന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല, അത് നോക്കാം. കട അടച്ചിട്ടേക്കാണ്. അങ്ങോട്ട് അങ്ങോട്ട് കടയുണ്ട്. അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് കുറേ പോകുമ്പോൾ ഒരു കടയുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി വെയിലാണ് ഗൈസ്, അതുകൊണ്ട് പോകുന്നില്ല ഗൈസ്. കട അടച്ചിട്ടേക്കുന്നു. ആളുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് കട അടച്ചിട്ടേക്കാണ്. ഇതൊന്ന് വിളിച്ച് നോക്കാം. ചേട്ടനുണ്ട്, ചേട്ടനെ വിളിച്ച് നോക്കാം. ചേട്ടാ, തുറക്കാവാ? കട തുറക്കാം ഗൈസ്. കട ഇപ്പോൾ തുറക്കും. ചേട്ടനാണ് ഒന്നുള്ളത്, സാധാരണ ചേച്ചിയാണ് ഉണ്ടാവാറ്. ചേട്ടനൊക്കെ ഒരു ചേട്ടനാണ് ഞാൻ വിളിക്കണം. അങ്കിളിനൊക്കെ വിളിക്കണ്ട, ഞാൻ ചേട്ടനെ വിടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കട. ഇവിടെ കുറേ ഇലക്ഷൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കടയാണ്. ചേട്ടൻ വന്നില്ലല്ലോ, അതെ വന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിത് കട തുറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. 3 മിഠായി മേടിക്കാനാണ് ഇവിടം വരെ വന്നത്. ശ്രീക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് 3 മിഠായി മേടിച്ച് ഇവിടം വരെ വന്നത്. ഞാൻ അവൾ പറഞ്ഞൊന്നുമില്ല, പിന്നെ കുറേ കിടന്ന് വല്ലപ്പോഴാണെന്നേ ഉള്ളൂ ഗൈസ്. 2 മഞ്ഞ, ഒരു ഓറഞ്ചാണ് മേടിച്ചേക്കുന്നത്. എനിക്ക് ഓറഞ്ചാണ് ഇഷ്ടം, അതുകൊണ്ടാണ് മേടിച്ചത്. നമ്മൾ തിരിച്ച് പോവുകയാണ്. ഈ സ്പീഡിൽ പോവാം, ശരിയാകില്ല. അവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട്, കാണിച്ചു തരാം. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകുമ്പോഴാണ് എൻ്റെ വീട്. അങ്ങോട്ട് പോകണമെന്നില്ല, അങ്ങോട്ട് പോയാൽ എൻ്റെ വീട്ടിലെത്തും. അല്ലാതെ എൻ്റെ വീട് കാണണമെങ്കിൽ ഇത് ഇവിടെ കാണിച്ചു തന്നാൽ മതി. നോക്കട്ടെ, ചിലപ്പോൾ കാണാൻ പറ്റും. ചേട്ടാ ഇവിടെ നോക്കുമ്പോൾ ഒരു വെള്ള വീട് കാണണ്ടോന്ന് അറിയില്ല. ആ ചെടിക്കടയിൽ ഉണ്ടായിരുന്നു വീട്. എന്താണ്ട് ഫോണിൽ വന്നിട്ട് പോയതാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ പോവാണ്. അയ്യോ ഷർട്ട് ഒലിച്ചു കേട്ടോ, എന്തൊരു ചൂടാ. നിങ്ങളവിടെയും ചൂടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഇടയ്ക്കൊരു മഴ വരാറുണ്ട്. ഇന്നലെയൊക്കെ വന്നായിരുന്നു, ഇന്ന് വരുമോയെന്ന് അറിയത്തില്ല. നമുക്ക് പോകാം. ഇവിടെയൊക്കെ കുറച്ചും വീടുകളുള്ള സ്ഥലമാണ്. ഇതൊരു വീടാണ്, ഇവിടെ ഒരു വീടാണ്. ഹലോ ഗായ്സ്, പിന്നെ അതൊരു വീടാണ്. അതെ, അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്, കുറേ വീടുണ്ട് കണ്ടോ ഗായ്സ്. പിന്നെ അങ്ങനെ വന്ന് പിന്നെ നമുക്ക് ആ പാലത്തിലെത്തിയിട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മൾ പാലത്തിലെത്തിയിട്ടുണ്ട് ഗായ്സ്. ഇവിടെയൊക്കെ വരാലൊക്കെ ഉള്ളതാണ്. കരിമീനും പൈസ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കാം. ഇത് പോകാം. ഇടയ്ക്ക് ആ തുളയിലൊക്കെ അവിടെ ഞണ്ടൊക്കെ ഇരിക്കണതാണ്, അപ്പോൾ കാണാറില്ല ഗായ്സ്. വണ്ടി പോയിട്ടുണ്ട്. ഇവിടെ വരാലൊക്കെ കിടക്കും. ഞാൻ പിന്നെ കരിമീൻ എപ്പോഴും ഉണ്ട്, ഇപ്പോൾ കാണാറില്ല, വെള്ളം കലങ്ങിയതുകൊണ്ടായിരിക്കും. അപ്പുറത്തെ സൈഡിൽ നോക്കട്ടെ ഗൈസ്, അവിടെയാണ് കൂടുതലും ഞണ്ട് കാണുന്ന സ്ഥലം. വെള്ളം ഇച്ചിരി അടി കാണാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഞണ്ടില്ല, ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു ഞണ്ട് ഞാൻ കല്ലെറിഞ്ഞു, അതിൻ്റെ മുങ്ങിപ്പോയി, അത് പിന്നെ കാണാനില്ലായിരുന്നു. നമ്മൾ പോവാണ്. അതായത് കഴിച്ച് ഇവിടെ തൊഴിലുറപ്പുകാരൊക്കെ വന്ന് ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ എന്തായാലും ഫുള്ള് പുല്ലായിരുന്നു. നമ്മൾ പോവാണ്. 2 പേര് നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പേര്, കാണാനല്ലോ ഗൈസ്. ഇവിടെ അങ്ങ് പോകണം. ഈ തൊട്ടടുത്താണ് ഗൈസ്, ഇവിടെ ഉണ്ട്, ഇവിടെ വരെ നമ്മൾ പോവുകയാണ് ഗൈസ്. അവിടെ പോയിട്ടുണ്ടോ അതേ ഗൈസ്, നമ്മൾ വീട്ടിലെത്താൻ പോകുവാണ്. ഇവിടെ യൂട്യൂബ് ആണ് ഗൈസ്. അതാണ് ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ കിട്ടാനായിട്ട് ഞങ്ങൾ തേങ്ങ കിട്ടുന്നുണ്ട്, കാണിച്ചു തരാം. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്, ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ അവിടെ യൂട്യൂബ് കാണുവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ മിഠായി കൊടുത്തിട്ടുണ്ട്, വേർത്ത് ഗൈസ്. അമ്മക്കും കൊടുത്ത്, ശ്രീകുട്ടിക്കും കൊടുത്ത്, എനിക്കും കിട്ടി. അപ്പോൾ ഇനി എല്ലാവർക്കും ശരി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. എല്ലാവർക്കും വീണ്ടും